നമസ്കാരം. നമ്മൾ എന്ന് മരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ഹൃദയം, ശ്വസന വ്യവസ്ഥ, മസ്തിഷ്കം തുടങ്ങിയ ശരീരത്തിലെ സുപ്രധാന അവയവങ്ങളുടെ പ്രവർത്തനം നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് മരണം സംഭവിക്കുന്നത്. മരണശേഷം ശരീരത്തിൽ എന്തൊക്കെ മാറ്റം സംഭവിക്കുമെന്ന് പലർക്കും അത്ര നിശ്ചയമില്ല. എന്നാൽ ഒരാളുടെ മരണശേഷം ആ മൃതദേഹം ചലിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശവശരീരത്തിന്റെ കൈ അനങ്ങുന്നതിന്റെയും കാലുകൾ അനങ്ങുന്നതിന്റെയും ചില CCTV ദൃശ്യങ്ങൾ പണ്ടൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇത്തരം വീഡിയോകൾ യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഇത് പ്രേതം, ഭൂതം പോലുള്ളവയുടെ പണിയാണെന്നാണ് പലരുടെയും അന്ധവിശ്വാസം. പക്ഷേ മൃതദേഹങ്ങളുടെ ചലനത്തിന് പിന്നിൽ ചില ശാസ്ത്രീയ കാരണങ്ങളുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മരണശേഷം ശരീരം നശിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് ചലനത്തിന് കാരണമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനെ ലാസറസ് റിഫ്ലക്സ് എന്ന് പറയുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചവരിലാണ് കൂടുതലായി ലാസറസ് റിഫ്ലക്സ് കണ്ടുവരുന്നത്. കൈകൾ ഉയരുന്നു, കൈമുട്ട് വളയ്ക്കുന്നു, ചെറിയ ചലനം എന്നിവ മൃതദേഹത്തിന് സംഭവിക്കുന്നു. എന്നാൽ ഇത് ജീവൻ തിരിച്ചു ലഭിക്കുന്നതിന്റെ സൂചനയല്ല. സെർവിക്കൽ സുഷുമ്നാ നാഡിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. പോസ്റ്റ്മോർട്ടം സമയത്തെ ചലനങ്ങളും ഈ വിഭാഗത്തിൽപ്പെടുന്നു. മരണം സംഭവിച്ചാലും ചില നാഡീകോശങ്ങൾ ഒരു ചെറിയ സമയത്തേക്ക് സജീവമായി തുടരും. പേശികോശങ്ങൾക്കുള്ളിലെ ഇലക്ട്രിക് സിഗ്നലുകളും രാസപ്രവർത്തനങ്ങളും മൂലമാണ് ശരീരത്തിൽ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇത് സംഭവിക്കാം. ശരീരം നിലച്ചു കഴിഞ്ഞാൽ അത് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹൃദയമിടിപ്പ് നിലച്ച മിനിറ്റുകൾക്ക് ശേഷം ആദ്യഘട്ടമായ പല്ലോർ മോർട്ടീസ് ഉണ്ടാകും. തൊലിപ്പുറത്തുണ്ടാകുന്ന വിളർച്ചയാണ് പല്ലോർ മോർട്ടീസ് എന്ന് പറയുന്നത്. രക്തയോട്ടം നിലയ്ക്കുന്നതിനെ തുടർന്ന് ശരീരത്തിലെ ചർമ്മം വിളറിയ നിറമാകുന്നു. രണ്ടാം ഘട്ടം അൽഗോർ മോർട്ടിസ് ആണ്. മരണശേഷം ശരീരത്തിൽ നിന്ന് ക്രമേണ ഊഷ്മാവ് നഷ്ടപ്പെടും. ഓരോ ശരീരവും വ്യത്യസ്തമായാണ് മരണശേഷം പ്രതികരിക്കുന്നത്. ശരീരം തണുത്തു തുടങ്ങുന്ന പ്രക്രിയയാണിത്. മണിക്കൂറിൽ 1.51 ഡിഗ്രി അളവിൽ ശരീരോഷ്മാവ് കുറയാൻ തുടങ്ങും. ഏകദേശം 2-6 മണിക്കൂറുകൾക്ക് ശേഷം ശരീരത്തിൽ നിന്ന് രക്തം താഴ്ഭാഗത്തേക്ക് ഒഴുകുന്നു. ഈ മാറ്റമാണ് അടുത്ത ഘട്ടം. ലിവർ മോർട്ടീസ് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. ഗുരുത്വാകർഷണ ബലം മൂലമാണ് രക്തം താഴേക്ക് ഒഴുകുന്നത്. അടുത്തത് റിഗർ മോർട്ടീസ് എന്ന ഘട്ടമാണ്. മരണശേഷം ശരീരത്തിലെ ഉപാപചയ പ്രക്രിയകൾ നിൽക്കുന്നതോടെ പേശികൾ കൂടുതൽ ദൃഢമാകുന്നു. മരണത്തിന്റെ 4ാം ഘട്ടമാണ്. അന്തരീക്ഷത്തിലെ അവസ്ഥയ്ക്കനുസരിച്ചും മരിച്ചയാളുടെ ശാരീരിക പ്രത്യേകതയ്ക്കനുസരിച്ചും ഇതിൽ മാറ്റം വരാം. 2-3 മണിക്കൂറിൽ തുടങ്ങി 72 മണിക്കൂർ വരെ ഇത് നീണ്ടു നിൽക്കാം. പേശികൾ ദൃഢമാകുമ്പോഴും ചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മരണശേഷം ശരീരത്തിനുള്ളിൽ ബാക്ടീരിയകൾ വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വയറ് വീർക്കുന്നതിനും ആന്തരിക സമ്മർദ്ദത്തിനും കാരണമാണ്. ഇതും കൈകാലുകളുടെ ചെറിയ ചലനത്തിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.